السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نسألك العفو والعافية. اللهم إنا نسألك المعافاة في الدنيا والآخرة. اللهم اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായ നാമങ്ങളിൽ ഇന്ന് ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മൾ വിശദീകരിക്കുന്നത് അർ-റഊഫ് എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. പരിശുദ്ധ ഖുർആനിലെ 10 ആയത്തുകളിൽ അള്ളാഹു പരാമർശിച്ചിട്ടുള്ള അവൻ്റെ പേരാണ് റഊഫ്. റബ്ബിൻ്റെ റഅഫത്ത് എന്ന സിഫത്താണ്, റഅഫത്ത് എന്ന വിശേഷണമാണ് റഊഫ് എന്ന അള്ളാഹുവിൻ്റെ പേരിലുള്ളത്. മലയാളത്തിൽ റഊഫ് എന്നതിന് ദയയുള്ളവൻ, ദയാലുവായവൻ എന്നൊക്കെ നാം പൊതുവെ അർത്ഥം പറയാറുണ്ട്. നമ്മുടെ ഭാഷയ്ക്ക് അതിൻ്റെതായ പരിമിതികൾ ഉണ്ട്. അറബി എന്നത് വളരെ ഖനീയത്തായ, വളരെ സമ്പന്നമായൊരു ഭാഷയാണ്. അതിലെ പദങ്ങൾ പലതും അതിനോട് അടുത്തു നിൽക്കുന്ന പദങ്ങൾ പരിഭാഷപ്പെടുത്തുക എന്നത് പൊതുവെ നമുക്ക് സാധിക്കുകയുള്ളൂ. പൊതുവെ പരിമിതമായ പദപ്രയോഗങ്ങളുള്ള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അത്രേ സാധിക്കുകയുള്ളൂ. റഅഫത്ത് എന്ന അള്ളാഹുവിൻ്റെ സിഫത്താണ് റഊഫ് എന്ന അള്ളാഹുവിൻ്റെ പേരിലുള്ളത്. ഇമാം ഇബ്ൻ ജരീർ അത്തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം റഅഫത്തിനെ കുറിച്ച് പറഞ്ഞു, റഅഫത്ത് എന്നാൽ, റഊഫ് എന്ന അള്ളാഹുവിൻ്റെ പേരിലുള്ള ഈ സിഫത്ത്, ഈ വിശേഷണം എന്നാൽ അതിൻ്റെ അർത്ഥം അഅല മആനി റഹ്മ, അഅല മആനി റഹ്മ, റഹ്മത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന, അതിൻ്റെ ഏറ്റവും മുകളിലുള്ള അർത്ഥമാണ് റഅഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ പ്രത്യേകമായ കാരുണ്യമാണത്, ദയയാണത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഹിയ ആമ്മത്തുൻ ലിജമീഇൽ ഖൽഖി ഫി ദുനിയ വലിബഅദിഹിം ഫിൽ ആഖിറ. അള്ളാഹുവിൻ്റെ റഅഫത്ത്, അവൻ്റെ ദയ എന്നത് അത് ആമ്മത്തുൻ ലിജമീഇൽ ഖൽഖി ഫി ദുനിയ, ദുനിയാവിൽ അവൻ്റെ മുഴുവൻ പടപ്പുകൾക്കും ഉള്ളതാണത്. എന്നാൽ വലിബഅദിഹിം ഫിൽ ആഖിറ, പരലോകത്ത് അവൻ്റെ പടപ്പുകളിൽ ചിലർക്കുള്ളതാണ്. റഅഫത്ത് എന്ന അള്ളാഹുവിൻ്റെ ഈ ദയ, ഈ കാരുണ്യം അത് ലഭിക്കുക ആർക്കാണ്? ദുനിയാവിൽ അത് എല്ലാവർക്കും ഉള്ളതാണ്. പരലോകത്താകട്ടെ അത് ചിലർക്കുള്ളതാണ്, അഥവാ മുഅ്മിനുകൾക്കുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആനിൽ 10 ഇടങ്ങളിൽ റഊഫ് എന്ന റബ്ബിൻ്റെ പേര് പറയപ്പെട്ടിട്ടുണ്ട്. ഖുർആനിൽ എന്തെങ്കിലും ഒരു വിധി പറയുകയും ഒരു ഹുക്മ് പറയുകയും എന്നിട്ട് ആ ഹുക്മ് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും പേരുകൊണ്ട് ആ ആയത്ത് അവസാനിപ്പിക്കുകയും ചെയ്താൽ, ശ്രദ്ധിക്കുക, ഖുർആനിൽ ഒരു ആയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, ഒരു മതവിധി പറഞ്ഞു, എന്നിട്ട് ആ ആയത്ത് അതിൻ്റെ അവസാനം അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു പേര് അല്ലെങ്കിൽ ഒന്നിലധികം പേരുകൾ പറഞ്ഞാൽ, ആ ആയത്തിൽ പറഞ്ഞ വിധി എന്താണോ അതും അള്ളാഹുവിൻ്റെ ഈ പേരുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകും. അങ്ങനെയാണ്, അതിനോട് അടുത്തു നിൽക്കുന്ന പേരാണ് പറയുക. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് സലഫുകളിൽ, മുൻഗാമികളിൽപ്പെട്ട ഒരാൾ ഖുർആനിൽ ഒരു ആയത്ത് ഓതി, അസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലൻ മിനല്ലാഹ് വല്ലാഹു അസീസുൽ ഹകീം എന്നാണ് ആയത്ത്. പക്ഷെ അദ്ദേഹത്തിന് ആയത്ത് ഓതിയപ്പോൾ, അദ്ദേഹം ഇൽമുള്ള ആളായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ആയത്ത് ഓതിയപ്പോൾ തെറ്റിപ്പോയി. അദ്ദേഹം ഓതി
والسارق والسارقة فاقطعوا أيديهما جزاء بما كسبا نكالا من الله والله غفور رحيم. والله عزيز حكيم എന്ന അവസാനിപ്പിക്കേണ്ട ആയത്ത് والله غفور رحيم എന്ന് ഓതി. അപ്പോൾ അത് കേട്ടുകൊണ്ട് ഒരു അറാബി, വിവരമൊന്നുമില്ലാത്ത ഒരു അറാബി, ഗ്രാമീണരായ അറബി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു അല്ല, വല്ലാഹു അസീസുൻ ഹക്കീം എന്ന. ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം വിവരമില്ലാത്ത ആളാണ്, ഈ തിരുത്തി കൊടുത്ത ആൾ. ഇദ്ദേഹം അത് ശരിയാണെന്ന് വിചാരിച്ചില്ല, താൻ ഓതിയതാണ് ശരിയെന്ന് വിചാരിച്ചു. ആയത്തിന്റെ അർത്ഥം എന്താണ്? മോഷ്ടാവായ ആണിന്റെ പെണ്ണിന്റെ, മോഷണം നടത്തിയവൻ ആണാകട്ടെ പെണ്ണാകട്ടെ, ഫഖ്തഉ അയ്ദിയഹുമ, നിങ്ങൾ അവരുടെ കൈ മുറിക്കുക. ജസാഅൻ ബിമാ കസബ, അവർ പ്രവർത്തിച്ച പ്രവർത്തിക്കുള്ള പ്രതിഫലമാണത്. നക്കാലം മിൻ അല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നുള്ള നക്കാലാണ്, അത് പാഠമാണ്. പിന്നെ വരുന്നവർക്ക്, അത് കാണുന്നവർക്കൊക്കെയുള്ള പാഠമാണ്. വല്ലാഹു അസീസുൻ ഹക്കീം. അപ്പൊ ഇദ്ദേഹം അറാബിയായ ഇദ്ദേഹം പറഞ്ഞു, വഇൻ അസ്സ വഹകം ഖതഅ വഇൻ ഗഫറ വറഹിം ലം യഖ്തഅ. അള്ളാഹു അസീസും ഹക്കീമുമാണ്, അതുകൊണ്ട് ഖതഅ, അവൻ എന്തു പറഞ്ഞു? മുറിക്കാൻ പറഞ്ഞു. വൈൻ ഗഫറ വറഹിം, അവൻ പുറത്തു കൊടുക്കുകയും കരുണ ചൊരിയുകയുമാണ്. അതായിരുന്നു ഇവിടെയെങ്കിൽ ലം യഖ്ത, എന്ത് പറയുകയില്ല? മുറിക്കാൻ പറയുകയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അയാൾ എന്ത് പറഞ്ഞത്? അവിടെ തെറ്റാണ്. ഗഫൂർ റഹീം എന്നല്ല, പിന്നെ എന്താണ്? അസീസുൻ ഹക്കീം എന്നാണ് എന്ന് ഈ പിന്നിലുള്ള ആൾ തിരുത്താൻ കാരണം അതാണ്. ഖറാ പറഞ്ഞ ഹുക്മിനോട് യോജിക്കുക, അവിടെ ആ സന്ദർഭത്തിൽ യോജിക്കുക ഈ പേരുകളാണ്. അല്ലാഹു അസീസും ഹക്കീമുമാണ്, അവൻ ഏറ്റവും പ്രതാപമുള്ളവനാണ്. അവന്റെ ശിക്ഷയിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെട്ടു ഓടാൻ സാധിക്കാത്ത ഇസ്സത്തുള്ളവനാണ്. ഹക്കീമാണ് അവൻ, ഏറ്റവും യുക്തിയുള്ളവനാണ്. ഓരോന്നും അതിൻ്റെ സ്ഥാനത്ത് വെക്കുന്ന ഹക്കീമാണവൻ. അതാണ്, ആ പേരുകളാണ് അവിടെ യോജിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? അസീസുൻ ഹക്കീം എന്നതാണ് അവിടെ ശരി. നോക്കുമ്പോൾ അതാണ് ശരി, ഖുർആനിൽ വന്നിട്ടുള്ളത് അതാണ്. ഇതുപോലെ അള്ളാഹുവിൻ്റെ പേരുകൾ എന്തെങ്കിലും വിധിവിലക്കുകൾ പറഞ്ഞ ആയത്തിന്റെ അവസാനത്തിലുണ്ടോ അതുമായി ബന്ധമുണ്ടാകും. നോക്കൂ നിങ്ങൾ, റഊഫ് എന്ന് ഖുർആനിൽ വന്നിട്ടുള്ള 10 ആയത്തുകൾ. ഒന്ന് സൂറത്തുൽ ബഖറയിലെ 143-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന അല്ലാഹു ലിയുദീഅ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസി റഊഫുർ റഹീം. അല്ലാഹു നിങ്ങളുടെ ഈമാൻ പാഴാക്കി കളയുകയില്ല. അള്ളാഹു ജനങ്ങളോട് റഊഫാൻ, റഹീമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാൻ പാഴാക്കി കളയുക അള്ളാഹുവിൻ്റെ റഅഫത്തിൻ്റെ, അവൻ്റെ ദയയുടെ ഭാഗമാണ്. ഈമാനിലേക്ക് ഒരുവൻ കടന്നു വന്നാൽ അള്ളാഹു അവൻ്റെ ഈമാൻ പാഴാക്കാതെ സംരക്ഷിക്കുമെന്നത്. റബ്ബ് അവൻ്റെ ഈമാൻ വർദ്ധിക്കാൻ, അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ അവന് നൽകും എന്നത്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അതുപോലെ ഈമാനികമായ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഉള്ള തൗഫീഖ് അള്ളാഹുവിൻ്റെ റഅഫത്താണ്, അവൻ്റെ ദയ കൊണ്ടാണ്. അത് അവൻ ഈമാൻ നൽകുക മാത്രമല്ല, അത് പരിപോഷിപ്പിക്കാൻ, അത് നിലനിർത്താൻ തൗഫീഖ് ചെയ്തു. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്നാണ്. ഈ ദീനിലേക്ക് കടന്നു വന്നാൽ, സത്യം മനസ്സിലാക്കിയാൽ, അതിനുശേഷം കാലങ്ങൾ കടന്നാൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണത്? അള്ളാഹു പഴയ കിതാബുകൾ നൽകപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു ചോദിക്കുകയാണ് സൂറത്തുൽ ഹദീദിലെ ആയത്തിൽ, ചില സലഫുകൾ, മുൻഗാമികൾ, അവരിൽ ചിലർ തിന്മകളും തോന്നിവാസങ്ങളും കുറ്റകൃത്യങ്ങളുമായി നടന്ന് അത് അവസാനിപ്പിക്കാൻ കാരണമായത് ഈ ആയത്താണ്. ഈ ആയത്ത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം പിടക്കുകയും അവർ തിന്മയിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും ചെയ്തത് മുൻഗാമികൾ ചിലരുടെ ചരിത്രങ്ങളിൽ കാണാം. സൂറത്തുൽ ഹദീദിൽ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. ألم يأن للذين آمنوا, മുഅ്മിനുകൾക്ക് ഈമാനുള്ളവർക്ക് സമയമായില്ലേ? അലം യഅനി ലില്ലദീന ആമനു, മുഅ്മിനുകൾക്ക് നേരമെത്തിയില്ലേ? അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക്, റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക്, ഓർമ്മയിലേക്ക്
പേടിയോടെ ഭക്തിയോടെ ഖുശൂഅോടെ മടങ്ങുവാൻ അവർക്ക് നേരമായില്ലേ? വമാ നസല മിനൽ ഹഖ്, അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക്, അവങ്കിൽ നിന്ന് അവതീർണമായ സത്യത്തിലേക്ക് ഹൃദയം ഖുശൂഅോടെ മടങ്ങുവാൻ നേരമായില്ലേ? വലാ യകൂനു, ആയിപ്പോകാതിരിക്കാൻ ആരെപ്പോലെ? കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, മുമ്പ് കിതാബ് നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാൻ. എന്താണ് മുമ്പ് കിതാബ് നൽകപ്പെട്ടവർക്ക് സംഭവിച്ചത്? ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, കാലം ഇങ്ങനെ കടന്നുപോയപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കടുത്തുറച്ചുപോയി. അവരിൽ അധിക പേരും ഫാസിഖുകളാണ്, തോന്നിവാസികളാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ബൈന ഇസ്ലാമിന വബൈന അൻ ആതബന അല്ലാഹു ബിഹാദിഹിൽ ആയ ഇല്ല 4 സിനീൻ. ഞങ്ങൾ മുസ്ലിമീങ്ങളാവുകയും എന്നിട്ട് ഈ ആയത്ത് മുഖേന അള്ളാഹു ഞങ്ങളെ ശാസിക്കുകയും ചെയ്യാൻ 4 കൊല്ലമേ കൊണ്ടുവന്നുള്ളൂ. 4 വർഷം ആയപ്പോഴേക്ക് അള്ളാഹു ചോദിക്കാൻ, എന്ത് ഈമാനുള്ളവർക്ക് അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക്, അവൻ അവതരിപ്പിച്ച സത്യത്തിലേക്ക് ഹൃദയം പേടിച്ചു മടങ്ങാൻ നേരമായില്ലേ? പഴയ കിതാബ് നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാൻ അവർക്ക് കാലം കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? ഫഖസത് ഖുലൂബുഹും, ഹൃദയം കടുത്തുറച്ചുപോയി, ഹൃദയത്തിന് ഖസ്വത്ത് ബാധിച്ചു. കാലം കടന്നു പോകുമ്പോൾ മുഅ്മിനുകൾ, മുവഹിദുകൾ, അഹ്ലുസുന്നത്തിൽപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 4 കൊല്ലം കൊണ്ട് സംഭവിച്ചു എന്നാണ് ആര് പറഞ്ഞത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇത് കാലം കഴിയുമ്പോൾ എത്രയോ ആളുകൾ പറയുന്നത് കാണാം. അത് അവരുടെ അനുഭവത്തിൽ അവർക്ക് തന്നെ അറിയാം, പുറത്തുള്ളവർക്കും അറിയാം. അവർക്കും അറിയാം, അവർ കാണുന്നവർക്കും അറിയാം. നമ്മിൽ പലർക്കും നമ്മെക്കുറിച്ച് അറിയാം, പുറത്തുള്ളവർക്ക് അറിയാം. എന്താണത്? തൗഹീദ് മനസ്സിലാക്കിയ ആദ്യ ദിവസങ്ങളിൽ, ആദ്യ നാളുകളിൽ, സുന്നത്ത് മനസ്സിലാക്കിയ ആദ്യത്തെ വർഷങ്ങളിൽ ദീനിനോടുള്ള താല്പര്യവും പഠിക്കാനുള്ള താല്പര്യവും അമൽ ചെയ്യാനുള്ള താല്പര്യവും കാലം കഴിയുമ്പോൾ അത് കുറഞ്ഞു പോവുക, ഹൃദയത്തിന് ഖസ്വത്ത് ബാധിക്കുക. ചെറിയ പ്രായത്തിലുണ്ടായിരുന്നത് പ്രായം ചെല്ലുമ്പോൾ കുറഞ്ഞു പോവുകയാണ്. ആദ്യകാലത്ത് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ മുൻപന്തിയിലുണ്ടാകും. ഏതാൽ പിന്നീട് ഹൃദയത്തിൽ ഖസ്വത്ത് ബാധിക്കുക, ഹൃദയത്തിന് കാഠിന്യം ബാധിച്ചു പോവുക. നസ്അലുല്ലാഹൽ ആഫിയ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും സംഭവിച്ചേക്കാവുന്ന കാര്യമാണ്. സഹാബികളാണ് ഈ പറയുന്നത്. എന്ത് 4 കൊല്ലം കൊണ്ട് അള്ളാഹു ഈ ആയത്ത് കൊണ്ട് ഞങ്ങളെ ശാസിച്ചു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അങ്ങനെ ആയിപ്പോകാതിരിക്കാൻ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഹൃദയത്തിന് ഖസ്വത്ത് ബാധിക്കാതിരിക്കുക, ഹൃദയത്തിന് നൈർമല്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. ഹൃദയത്തിന് നൈർമല്യം ഉണ്ടാക്കുന്ന കാര്യം, ഹൃദയത്തിൻ്റെ കാഠിന്യം മാറാനുള്ള കാര്യം, മനസ്സിലായില്ല? അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. ജനാസയെ പിന്തുടരുക, ഖബർസ്ഥാൻ സന്ദർശിക്കുക, മക്ബറ സന്ദർശിക്കുക. മക്ബറ എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാൻ സന്ദർശിക്കുക, കെട്ടിയുയർത്തിയ മക്ബറകളല്ല. മക്ബറ എന്നാൽ അറബിയിൽ അർത്ഥം ഖബറിടങ്ങൾ എന്നാണ്. ഖബർസ്ഥാൻ സന്ദർശിക്കുക, രോഗികളെ സന്ദർശിക്കുക, ജനാസയുടെ പിന്നാലെ പോവുക, അള്ളാഹുവിൻ്റെ ആയത്തുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക, റബ്ബിൻ്റെ ആയത്തുകൾ ഉറ്റാലോചിക്കുക, പ്രാപഞ്ചികമായ ആയത്തുകളും അതുപോലെ ഖുർആനിലെ ആയത്തുകളും. പാവങ്ങളെ സഹായിക്കുക, സദഖകൾ ചെയ്യുക, സാധുക്കളെ സഹായിക്കുക, പാവങ്ങളായ ആളുകളെ സഹായിക്കുക, മിസ്കീനുകളെ സഹായിക്കുക, അവരോട് സംസാരിക്കുക, അവരുടെ പ്രയാസങ്ങൾ അറിയുക. ഇതുപോലുള്ള കാര്യങ്ങൾ എന്തുണ്ടാക്കും? ഹൃദയത്തിന് നൈർമല്യം ഉണ്ടാക്കും. അതുപോലെ പഠിച്ചുകൊണ്ടേയിരിക്കുക, ഖുർആനും സുന്നത്തും നമ്മുടെ മുൻഗാമികളുടെ ചരിത്രവുമെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. അത് ഹൃദയത്തിന് നൈർമല്യം നിലനിർത്താൻ സഹായിക്കും. ഹൃദയത്തിന് ഖസ്വത്ത് ബാധിച്ചാൽ ഒരാൾ നശിച്ചു പോകും. യഹൂദികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താണ്? സുമ്മ ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അതിനുശേഷം കടുത്തുറച്ചുപോയി, അവരുടെ ഹൃദയങ്ങൾ അത് ഉറച്ചുപോയി. അങ്ങനെ അത് ഏതുപോലെ ആയിത്തീർന്നു? അത് പാറകൾ പോലെ ആയിത്തീർന്നു. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. പാറക്കല്ലുകൾ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്തുറച്ച നിലയിൽ നിങ്ങളുടെ ഹൃദയങ്ങളായിപ്പോയി എന്ന് യഹൂദികളോട് അള്ളാഹു പറയുകയുണ്ടായി. ആ ഖസ്വത്ത് ഹൃദയത്തിന് ബാധിക്കുക എന്നത് വലിയ അപകടമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റഅഫത്താണ്, അവൻ്റെ ദയയാണ് അള്ളാഹു ഈമാൻ നിലനിർത്താൻ തൗഫീഖ് ചെയ്യുകയെന്ന്. നോക്കൂ നിങ്ങൾ, വർഷങ്ങൾക്ക് മുൻപ്, പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരാൾ തൗഹീദിൽ സുന്നത്തിൽ നിലകൊള്ളുകയാണ്, തൗഹീദിന് വേണ്ടി സുന്നത്തിന് വേണ്ടി പണിയെടുക്കാൻ. വർഷങ്ങൾ കഴിയുന്നു, കാലങ്ങൾ കഴിയുന്നു, പ്രായമേറുന്നു, ആളുടെ
താടിയും മുടിയും ഒക്കെ നരക്കുന്നു, എന്നിട്ടും അയാൾ അതേ മാർഗത്തിലാണ്. വലിയ ഖൈറിന്റെ ലക്ഷണമാണ്, വലിയ ഖൈറിന്റെ ലക്ഷണമാണ്. അതേസമയം ആ നന്മയുടെ അടയാളങ്ങൾ കുറഞ്ഞു പോവുക, അത് താഴേക്ക് പോവുക എന്നത് മോശം അടയാളമാണ്, മോശം ലക്ഷണമാണ്. ഒരു മുഅ്മിൻ ഓരോ ദിവസവും അവന്റെ ഈമാനിൽ മുന്നേറാനാണ്, അവന്റെ ഹൃദയം കൂടുതൽ നന്നാക്കാനും അമലുകൾ കൂടുതൽ ചെയ്യാനും കൂടുതൽ പഠിക്കാനുമാണ് ഓരോ ദിവസവും പരിശ്രമിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന്റെ അവസാനം നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവസാനം അത് ഇബാദത്തുകൾ കൂടുതൽ ചെയ്തതായിരുന്നു. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ആയത്ത് ഇറങ്ങിയ ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ റുകൂഇലും സുജൂദിലും ചൊല്ലാറുണ്ടായിരുന്നു, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർ ലീ യതഅവ്വലുൽ ഖുർആൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖുർആനിലെ ഈ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു എന്ന് അല്ലാഹു പറഞ്ഞല്ലോ, നിന്റെ റബ്ബിനെ തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറും നടത്തുക. അത് നടത്തുന്ന നിലയിൽ, അത് വർദ്ധിപ്പിക്കുന്ന നിലയിൽ മരണപ്പെടണം, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന കാലത്ത് നബിയുടെ ആയുസ് അറിയിക്കുന്ന സൂറത്താണത് എന്നാണ്, നബിയുടെ വഫാത്ത് അടുത്തു എന്ന് അറിയിക്കുന്ന സൂറത്താണത്, സൂറത്തുൽ ഫാത്തിഹ. അതിറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലും സുജൂദിലും ഇത് ചൊല്ലാതെ റുകൂഉം സുജൂദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചൊല്ലാതെ ഉണ്ടായിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. എന്തുകൊണ്ട്? യതഅവ്വലുൽ ഖുർആനിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട്, ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ച കൽപ്പന പാലിച്ചുകൊണ്ട് ആ നിലയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, തസ്ബീഹും ഹംദുമായി ഇസ്തിഗ്ഫാറുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ. അതിനാൽ ഇതുപോലെ ആയിരിക്കണം മുഅ്മിനുകൾ. റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദയയാണത്, അവൻ്റെ റഹ്മത്താണത്. ഈമാൻ പരിപോഷിപ്പിക്കാനും വർദ്ധിപ്പിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യുക എന്നത് ഒന്നാമത്തെ ആയത്ത് അതാണ്. രണ്ടാമത്തേത് സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു പറഞ്ഞു, ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. സൂറത്തുൽ ബഖറയിൽ 207-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ജനങ്ങളിൽ ചിലരുണ്ട് അവർ സ്വന്തത്തെ നഫ്സിനെ വിൽക്കുകയാണ്, ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തി അതിനുവേണ്ടി. അള്ളാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു അവൻ്റെ അടിമകളോട് റഊഫാൻ, അവരോട് ദയവുള്ളവനാണ്. ആരാണ് അള്ളാഹു അവർക്ക് തൗഫീഖ് അതിനെ നൽകിയത്? അള്ളാഹുവാണ്. അവരുടെ നഫ്സിനെ വിറ്റത് ഒരിക്കലും ആ കച്ചവടത്തിൽ വാഗ്ദാനം ലംഘിക്കാത്ത, മറിച്ച് ഏറ്റവും നല്ലത് പകരം തരുന്ന റബ്ബിനാണ് അവർ വിറ്റത്. അള്ളാഹു അത് വാങ്ങിയതാണ്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന, അള്ളാഹു മുഅ്മിനുകളോട് വിലക്ക് വാങ്ങിയതാണ്. അൻഫുസഹും വഅംവാലഹും, അവരുടെ സ്വദേഹങ്ങളും അവരുടെ സമ്പത്തും. എന്താണ് പകരം? ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ട് എന്നതിന് പകരമായിക്കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. അള്ളാഹുവിൻ്റെ സിൽഅത്ത് എന്ന് പറഞ്ഞാൽ കച്ചവട ചെറുക്കാൻ. കച്ചവടത്തിൽ എന്താണോ ക്രയവിക്രയം നടത്തുന്നത് ആ മുതലിനാണ് എന്ത് പറയുക? വസ്തുവിനാണ് സിൽഅ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. അള്ളാഹുവിൻ്റെ സിൽഅത്ത് എന്നത് ഗാലിയ, അത് അമൂല്യമാണ്, ഏറ്റവും വിലമതിക്കുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ ഇന്ന സിൽഅത്തല്ലാഹി ജന്ന, അൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിൻ്റെ സിൽഅത്ത് എന്നാൽ സ്വർഗമാണ്. അതിൻ്റെ വില എത്രയാണ്? മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. സ്വർഗത്തിൽ ഒരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലം, അല്ലെങ്കിൽ ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം, ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ള എല്ലാത്തിനേക്കാളും ഖൈറാണ്. അത്രയും ചെറിയ സ്ഥലം പോലും. എന്നാൽ അവിടെ അവസാനം പ്രവേശിപ്പിക്കപ്പെടുന്നവൻ പോലും തൻ്റെ സാമ്രാജ്യം കണ്ണെത്താ ദൂരത്തോളമാണ് നോക്കുക. അതുകൊണ്ട് അതിനുവേണ്ടി സ്വന്തത്തെ വിറ്റവരാണ് മുഅ്മിനുകൾ, അള്ളാഹുവിന് നൽകിയവരാണ്. അതിന് അള്ളാഹു അവർക്ക് തൗഫീഖ് ചെയ്തു. അവരോട് റഊഫായ ദയവുള്ളവനാണ് റബ്ബ്. മൂന്നാമത്തെ ഇടം സൂറത്ത് ആല ഇമ്രാനിലെ 30-ാമത്തെ ആയത്താണ്. അള്ളാഹു പറഞ്ഞു, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ വമാ അമിലത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. ആ ദിവസം ഓരോ നഫ്സും കാണും, മാ അമിലത്, താൻ പ്രവർത്തിച്ചത് ഖൈറാകട്ടെ ഷർറാകട്ടെ,
ഓരോ നഫ്സും. എന്നിട്ട് ആ നഫ്സ് കൊതിച്ചു പോകും തൻ്റെ തിന്മകൾ, അതും താനുമായി അമദം ബഈദ, ബഹുദൂരം അകലമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകും. അള്ളാഹു പറയണം വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ്, അള്ളാഹു അവനെക്കുറിച്ച്, സ്വന്തത്തെക്കുറിച്ച്, റബ്ബ് അവനെക്കുറിച്ച് നിങ്ങളോട് താക്കീത് ചെയ്യുന്നു. വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, അള്ളാഹു അവൻ്റെ അടിമകളോട് റഊഫാണ്, അവരോട് ദയവുള്ളവനാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ ദയ കൊണ്ടാണ് അവനെക്കുറിച്ച് നമ്മോട് താക്കീത് പറഞ്ഞത്. അവൻ്റെ വെറുപ്പ് നിങ്ങൾ വാങ്ങരുത്. അതുകൊണ്ട് അവൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള റബ്ബിൻ്റെ താക്കീത് യഥാർത്ഥത്തിൽ നമ്മോടുള്ള ദയ കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ്, അള്ളാഹു അവനെക്കുറിച്ച് നിങ്ങളോട് താക്കീത് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്? അല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, അള്ളാഹു അവൻ്റെ അടിമകളോട് ദയവുള്ളവനാണ്. അടുത്തത് 4-ാമത്തെ ഇടം സൂറത്തു തൗബയിലെ 117-ാമത്തെ ആയത്താണ്. لقد تاب الله على النبي والمهاجرين والأنصار الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم إنه بهم رؤوف رحيم. لقد تاب الله തൗബ സ്വീകരിച്ചിരിക്കുന്നു. അലൻ നബി, ആരുടെ തൗബ? നബിയുടെ തൗബ. വൽ മുഹാജിരീൻ വൽ അൻസാർ, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും തൗബ. അല്ലദീന ഇത്തബഊഹു ഫി സഅത്തിൽ ഉസ്റ, പ്രയാസത്തിന്റെ ഘട്ടത്തിൽ നബിയെ പിൻപറ്റിയവരാണവർ. മിൻ ബഅദി മാ കാദ യസീഗു ഖുലൂബു ഫരീഖിൻ മിൻഹും, അവരിൽ ചിലരുടെ ഹൃദയങ്ങൾ തെറ്റിപ്പോകാറായി എന്നിരിക്കെ ആ പ്രയാസഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഉറച്ചു നിന്നവരാണവർ. തുമ്മ തഅബ അലൈഹിം, അല്ലാഹു അവർക്ക് വീണ്ടും അവരുടെ തൗബ സ്വീകരിച്ചു, തൗബക്ക് അവസരം നൽകി തൗബ സ്വീകരിച്ചു. ഇന്നഹു ബിഹിം റഊഫുർ റഹീം, അല്ലാഹു അവരോട് ദയവുള്ളവനാണ്, അല്ലാഹു അവരോട് കാരുണ്യമുള്ളവനാണ്, റഊഫും റഹീമുമാണ്. സൂറത്തു തൗബയിലെ ഈ ആയത്ത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആയത്തിലുള്ളത്. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന ഘട്ടത്തിൽ, അഥവാ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ് സൂറത്തു തൗബ. പൊതുവെ അതിലാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, മുഹാജിറുകളെയും അൻസാറുകളെ കുറിച്ച് പറയുന്നത് എന്ത്? അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനം, നബി നേരിട്ട് പങ്കെടുത്ത അവസാന യുദ്ധമാണ് തൗബ, തബൂക്ക് യുദ്ധം. അതിനെക്കുറിച്ച് പറഞ്ഞ സൂറത്താണ് സൂറത്തു തൗബ. ഇത്രയും കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹിച്ച നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹാജിറുകളും അൻസാറുകളും റളിയല്ലാഹു അൻഹും, അവരോട് അള്ളാഹു ഇതൊക്കെ സഹിച്ചതിന് ശേഷം അവരോട് അള്ളാഹു പറയുന്നത് എന്താണ്? അള്ളാഹു തൗബ സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹു പുറത്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര അമൽ ചെയ്താലും, ഖിയാമത്ത് നാൾ വരെ നീ റബ്ബിന് സുജൂദിൽ കിടന്നാലും നീ റബ്ബിന്റെ പാപമോചനത്തിന് ആവശ്യക്കാരനാണ്. അള്ളാഹു പുറത്തു തരണം, അള്ളാഹു വിട്ടു തരണം, അതാണ് നമ്മുടെ ആവശ്യം. കാരണം റബ്ബിനോടുള്ള ഹക്ക്, അവനോടുള്ള ബാധ്യത നീ എന്തു ചെയ്താലും മതിയാവുകയില്ല, വീടുകയില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നിനക്ക് പുറത്തു തന്ന് അവൻ്റെ ഫദ്ലിനാൽ, അവൻ്റെ ഔദാര്യത്താൽ നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. റബ്ബിൻ്റെ റഅഫത്താണ്, അവൻ്റെ ദയയാണ്, അവൻ്റെ ദയ കൊണ്ടാണ്, അവൻ്റെ കാരുണ്യം കൊണ്ടാണ് അള്ളാഹു അതിന് നബിക്ക്, മുഹാജിറുകൾക്ക്, അൻസാറുകൾക്കെല്ലാം തൗഫീഖ് ചെയ്തത്. അവൻ്റെ കാരുണ്യം ഇല്ലായിരുന്നുവെങ്കിൽ സാധിക്കുകയില്ല. അതാണ് സഹാബിമാർ ഖന്തഖ് യുദ്ധത്തിനിടയിൽ അവർ കവിതയായി ചൊല്ലിയത്, വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന. അല്ലാഹുവാണ്, അല്ലാഹു ഇല്ലായിരുന്നുവെങ്കിൽ, ലൗലല്ലാഹു മഹ്തദൈന, നമ്മൾ ഹിദായത്തിലാകുമായിരുന്നില്ല, വലാ തസദ്ദഖ്ന വലാ സല്ലൈന, ഞങ്ങൾ സദഖ കൊടുക്കുമായിരുന്നില്ല, ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല. ഇതിനൊക്കെ തൗഫീഖ് ചെയ്തത് ആരാണ്? റബ്ബാണ്. എന്നിട്ട് അത് സ്വീകരിക്കുന്നതും ആരാണ്? റബ്ബാണ്. അവൻ്റെ റഅഫത്ത്, അവൻ്റെ ദയയും കാരുണ്യവും കൊണ്ടാണ്. 5-ാമത്തെ ആയത്ത് സൂറത്തു നഹ്ലിലെ 4 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ്. അള്ളാഹു പറഞ്ഞു, ഖലഖൽ ഇൻസാന മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. മനുഷ്യനെ നാം ഒരു നുത്ഫയിൽ നിന്ന്, ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് അവനതാ വലിയ തർക്കക്കാരനാകുന്നു. വലൻആമ ഖലഖഹ, കാലികളെ നാം സൃഷ്ടിച്ചു. ലക്കും ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ, നിങ്ങൾക്കതിൽ ചൂടുകൊള്ളാനുള്ളതുണ്ട്, അതിൻ്റെ കമ്പിളിയും മറ്റു പല ഉപകാരങ്ങളുമുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ കഴിക്കുകയും ചെയ്യുന്നു.
വലക്കും ഫീഹ ജമാലുൻ ഹീന തുരിഹൂന വഹീന തസ്റഹൂൻ. നിങ്ങളത് അതിനെ കാലികളെ പകലിൽ പുറത്തേക്ക് വിടുമ്പോഴും വൈകുന്നേരം തിരിച്ചതിനെ ആലകളിൽ കൊണ്ടുചെന്നാക്കുമ്പോഴും നിങ്ങൾക്കതിൽ ഭംഗിയുണ്ട്, അലങ്കാരമുണ്ട്, ഭംഗിയുള്ളൊരു കാര്യമാണത്. അതുപോലെ നിങ്ങളുടെ ഭാരങ്ങൾ അത് വഹിച്ചു കൊണ്ടുപോകുന്നു. ഒരു നാട്ടിലേക്ക് ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിശിഖിൽ അൻഫുസ്, നിങ്ങൾക്ക് പ്രയാസം സഹിച്ചുകൊണ്ടല്ലാതെ അവിടെ എത്താൻ സാധിക്കുകയില്ല. അള്ളാഹു നിങ്ങളോട് റഊഫാണ്, റഹീമാണ്. സൂറത്തു നഹ്ലിൽ അള്ളാഹു അത് പറഞ്ഞു. നോക്കൂ, കാലികൾ അത് വാഹനമാക്കി സഞ്ചരിക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആ സൂറത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞത് കാണാം, വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ. കുതിരയും കോവർ കഴുതയും അതുപോലെ ഒട്ടകങ്ങളുമെല്ലാം, കഴുതയും കോവർ കഴുതയും കുതിരയുമെല്ലാം വാഹനമായി അള്ളാഹു നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. അൻആമിന് പുറമെ, അൻആം എന്നത് ഒട്ടകത്തിനും അതുപോലെ പശുവർഗത്തിനും ആടുവർഗത്തിനും പറയുന്ന പേരാണ് അൻആം എന്നത്. അതിനു പുറമെ വാഹനമായി അള്ളാഹു ഇതൊക്കെ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നു. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് അള്ളാഹു സൃഷ്ടിക്കുന്നു. അന്നില്ലാത്ത വാഹനങ്ങൾ ഇന്നുണ്ട്. അന്നത്തേതുപോലെ പ്രയാസമില്ലാത്ത വാഹനങ്ങൾ വിദൂര ദേശങ്ങളിലേക്ക് ഒരാൾ ഒരു പ്രയാസവും ഇല്ലാതെ എത്തിച്ചേരുന്നു. കയറിയത് പോലെ അയാൾ ഇറങ്ങുകയാണ്. ഒരിറ്റു വിയർപ്പ് അയാളുടെ നെറ്റിയിൽ പൊടിഞ്ഞിട്ടില്ല, അയാളുടെ വസ്ത്രം മുഷിഞ്ഞിട്ടില്ല, അയാളുടെ ശരീരത്തിൽ പൊടി പാറിയിട്ടില്ല, മുടി ജട കുത്തിയിട്ടില്ല. പണ്ട് യാത്ര പോയാൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. ഇതൊന്നുമില്ലാതെ ഒരാൾ വിദൂര ദേശങ്ങളിൽ വാഹനത്തിൽ കയറി ഇതുപോലെ പോയി ഇറങ്ങുകയാണ്. റബ്ബിന്റെ റഅഫത്ത്, അവന്റെ ദയയില്ലായിരുന്നുവെങ്കിൽ, അവന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്കിത് സാധിക്കുമായിരുന്നില്ല. അള്ളാഹുവാണ് ഇത് നമുക്ക് സൗകര്യപ്പെടുത്തി തന്നത്. അതിൽ അള്ളാഹുവിന്റെ ദയയുണ്ട്. അത് സൂചിപ്പിക്കുന്ന ആയത്താണത്. അതുപോലെ നോക്കൂ, അതേ സൂറത്തിൽ സൂറത്തു നഹ്ലിൽ അള്ളാഹു പറഞ്ഞു, أفأمن الذين مكروا السيئات أن يخسف الله بهم الأرض أو يأتيهم العذاب من حيث لا يشعرون أو يأخذهم في تقلبهم فما هم بمعجزين أو يأخذهم على تخوف فإن ربكم لرؤوف رحيم. തിന്മകൾ പ്രവർത്തിക്കുന്നവർ, അവർക്ക് പേടിയില്ലേ അള്ളാഹു അവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുമെന്നതിനെ കുറിച്ച്? അവർ വിചാരിക്കാത്തിടങ്ങളിലൂടെ അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് വരുന്നതിനെ കുറിച്ച്? അവരിങ്ങനെ അവരുടെ സഞ്ചാരങ്ങളിലും ചലനങ്ങളിലുമൊക്കെ ആയിരിക്കെ രക്ഷപ്പെട്ടോടാൻ സാധിക്കാത്ത വിധത്തിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതിനെ കുറിച്ച് വിചാരിക്കാതെ ശിക്ഷ വരിക. ഇനി നോക്കൂ മറ്റൊന്ന്, ഔ യഖുദഹും അലാ തഖവ്വുഫിൻ, ശിക്ഷയുടെ വേറൊരു രൂപമാണത്. എന്താണത്? തഖവ്വുഫോടെ ശിക്ഷിക്കുക. അഥവാ ശിക്ഷ ഇങ്ങനെ കാണുകയാണ്, അവിടെ ബാധിച്ചു, ഇവിടെ ബാധിച്ചു, വരുന്നു, ഇതാ ഇപ്പൊ എന്നെ പിടികൂടും. വിചാരിക്കാതെ വരുന്നതല്ല, കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, ഇപ്പൊ എന്നെ പിടികൂടും. ആ പേടി തന്നെ അവൻ ആദ്യം പിടികൂടി, അത് തന്നെ ഒരു ശിക്ഷയാണ്. ആ പേടി അനുഭവിച്ച ശേഷം പിന്നെ ശിക്ഷ പിടികൂടുകയും ചെയ്യുക. പല രൂപത്തിലുള്ള അള്ളാഹുവിന്റെ അദാബ് എന്ന് പറയും. വിചാരിക്കാത്ത വഴിയിലൂടെ പൊടുന്നനെ വരാം. അതുപോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, ഓരോരുത്തരായി മരിച്ചു വീഴുന്നത്, അപകടത്തിൽപ്പെടുന്നത്, എന്നിട്ട് തന്നെയും ബാധിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു ശിക്ഷിക്കുന്നതിനെ കുറിച്ച് പേടിയില്ലേ? എന്നിട്ട് നോക്കൂ, അള്ളാഹു അവസാനം പറഞ്ഞത്, ആ ആയത്തിന്റെ അവസാനം, ഫഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം, നിങ്ങളുടെ റബ്ബ് റഊഫും റഹീമുമാണ്. അവൻ ദയവുള്ളവനാണ്, അവൻ കരുണ ചൊരിയുന്നവനാണ്. അഥവാ കുറ്റവാളികളെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നോട്ടിയുടെ ആ സമയത്ത് പിടികൂടുമായിരുന്നു. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇളവ് നൽകുന്നു, സമയം നീട്ടി നൽകുന്നു, തൗബക്ക് അവസരം നൽകുന്നു. അതെല്ലാം അവന്റെ ദയയുടെ ഭാഗമാണ്. ഏഴാമത്തേത് സൂറത്തുൽ ഹജ്ജിലെ ആയത്താണ്. അല്ലാഹു പറഞ്ഞു, അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർദി വൽ ഫുൽക തജ്രി ഫിൽ ബഹരി ബിഅംരിഹി വയുംസികു അസ്സമാഅ അൻ തഖഅ അലൽ അർദി ഇല്ലാ ബിഇദ്നിഹി ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. നീ കണ്ടില്ലേ അല്ലാഹു കപ്പലുകൾ, അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിലുള്ളത് സൗകര്യപ്പെടുത്തി തന്നു എന്നത്. അതുപോലെ കപ്പലുകൾ കടലിലൂടെ അള്ളാഹുവിന്റെ അനുമതിയാൽ സഞ്ചരിക്കുന്നു. അള്ളാഹു ആകാശത്തെ ഭൂമിയുടെ മേൽ വീഴാതെ പിടിച്ചു വെക്കുന്നു. അവന്റെ അനുമതിയോടെ അല്ലാതെ അത് താഴേക്ക് പതിക്കുകയില്ല. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അള്ളാഹു മനുഷ്യരോട് കരുണയുള്ളവനാണ്, റഹ്മത്ത് ചൊരിയുന്നവനാണ്. റബ്ബ് പിടിച്ചു വെച്ചത് കൊണ്ടാണ് മുകളിലുള്ള ആകാശം അതുപോലെ നമുക്ക് മേൽ വീഴാതെ നിൽക്കുന്നത്. നമ്മൾ മുസ്ലിമീങ്ങൾ അതുപോലെ വിശ്വസിക്കുന്നു, ഒരു സംശയവുമില്ല. അള്ളാഹു പിടിച്ചു വെച്ചത് കൊണ്ടാണ് അത് നിലനിൽക്കുന്നത് എന്ന്. അള്ളാഹു അത് അങ്ങനെ നിലനിർത്തിയത് കൊണ്ട് റബ്ബ് തീരുമാനിച്ചാൽ അത് താഴേക്ക് പതിച്ചേനെ. അള്ളാഹു അവന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ അത് താഴേക്ക് പതിച്ചേനെ. മനസ്സിലായില്ലേ? ആകാശ ലോകത്തെക്കുറിച്ച്
മനുഷ്യൻ കണ്ടുപിടിച്ചത്, അവൻ കണ്ടത് അതിലെ വളരെ അല്പഭാഗം മാത്രമാണ്. അതിൻ്റെ ഹഖീഖത്ത് അള്ളാഹുവിനാണ് അറിയിക്കുക. റബ്ബ് പറഞ്ഞതുപോലെ മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം, ആകാശഭൂമികളെ സൃഷ്ടിക്കാനോ അവരെ തന്നെ സൃഷ്ടിക്കാനോ നാം അവരെ സാക്ഷിയാക്കിയിട്ടില്ല. നമ്മളെ കാണിച്ചിട്ടല്ല അള്ളാഹു ആകാശത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ രൂപം എന്താണ് നമുക്കറിയില്ല. ഭൂമിയുടെ യഥാർത്ഥ സ്ഥിതി എന്താണ് നമുക്കറിയില്ല. അനുമാനങ്ങളും കേവല ഏതാണ്ട് ഉള്ള നിഗമനങ്ങളും മാത്രമേ മനുഷ്യന്റെ പക്കലുള്ളൂ. ബാക്കിയൊക്കെ അവന്റെ അഹങ്കാരമാണ്. ഒക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു എന്നത്. എന്നാൽ മുസ്ലിം അങ്ങനെ അഹങ്കരിക്കുന്നവനല്ല. അവൻ കിതാബിലും സുന്നത്തിലും ആകാശലോകത്തെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് എന്തു പറഞ്ഞു അതുപോലെ വിശ്വസിക്കും. അതിൽപ്പെട്ടതാണ് അള്ളാഹു പറയുകയാണ്, അവനാണ് ആകാശത്തെ ഭൂമിക്കുമേൽ വീഴാതെ പിടിച്ചു വെക്കുന്നത്. അവന്റെ ദയ കൊണ്ടാണത്, അവന്റെ കരുണ കൊണ്ടാണ്. എട്ടാമത്തേത് സൂറത്ത് നൂറിലെ ആയത്താണ്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു വഅന്നല്ലാഹ റഊഫുർ റഹീം. അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും നിങ്ങൾക്ക് മേലില്ലായിരുന്നുവെങ്കിൽ, അവൻ റഊഫും റഹീമും അല്ലായിരുന്നുവെങ്കിൽ. അള്ളാഹുവിന്റെ ധാരാളം വിധിവിലക്കുകൾ പറഞ്ഞ സൂറത്താണ് സൂറത്ത് നൂർ. ആ സൂറത്തിലെ ആയത്താണിത്. അഥവാ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, അവന്റെ ദീൻ, അവൻ നിശ്ചയിച്ച നിയമങ്ങൾ, ഇതെല്ലാം റബ്ബിന്റെ ദയ കൊണ്ടാണ് അവനത് നിശ്ചയിച്ചത്, അവന്റെ കാരുണ്യം കൊണ്ടാണ്. ഒൻപതാമത്തേത് സൂറത്തുൽ ഹദീദിലെ ആയത്താണ്. അള്ളാഹു പറഞ്ഞു, ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാതിൻ ബയ്യിനാത്ത് ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ വഇന്നല്ലാഹ ബികും ലറഊഫുർ റഹീം. ഇതാണ് ഏറ്റവും വലിയ കാരുണ്യം. അഥവാ അള്ളാഹു അവന്റെ അടിമയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പുറത്തേക്ക് രക്ഷപ്പെടുത്താനുള്ള തെളിവുകൾ വഹ്യ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു എന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അവന്റെ ദയ കൊണ്ടാണ്. ഈ ദീനാണ് റബ്ബ് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അത് സൂചിപ്പിക്കുന്ന ആയത്താണിത്. പത്താമത്തേത് ഇതാണ്, ഈ പേര് ഖുർആനിൽ വന്നിട്ടുള്ള അവസാനത്തെ ഇടം. അത് സൂറത്തുൽ ഹശ്റിലെ 10ാമത്തെ ആയത്താണ്. അള്ളാഹു മുഹാജിറുകളെ കുറിച്ച് പറഞ്ഞു, ശേഷം അൻസാറുകളെ കുറിച്ച് പറഞ്ഞു, ശേഷം അവർക്ക് ശേഷമുള്ള മുഴുവൻ മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞു. എന്താണ് ശേഷം വന്ന മുഅ്മിനുകൾ ചെയ്യുക? വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്നവർ, യഖൂലൂൻ, അവർ ദുആ ചെയ്യും, റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ, ഞങ്ങൾക്ക് മുൻപേ ഈമാനും കൊണ്ട് കടന്നുപോയ മുഅ്മിനുകൾക്ക് എതിരിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രയാസവും ഒരു വിദ്വേഷവും നീ ബാക്കി വെക്കരുതേ. റബ്ബന ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ, നീ റഊഫും റഹീമുമാണ്, ഏറ്റവും ദയയുള്ളവനും കരുണയുള്ളവനുമാണ്. അള്ളാഹുവിന്റെ ദയയും കാരുണ്യവും കൊണ്ട് അള്ളാഹു ഈ ഉമ്മത്തിനെ അവരുടെ മുൻഗാമികളോട് സ്നേഹമുള്ളവരാക്കിയിരിക്കുന്നു, മുൻഗാമികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാക്കിയിരിക്കുന്നു. സഹാബത്ത് അവരുള്ള സ്നേഹം അത് ദീനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, ഹുബ്ബുഹും ദീനുൻ വബുഗ്ദുഹും കുഫ്റുൻ വനിഫാഖുൻ. അവരോടുള്ള സ്നേഹം ദീനാണ്, അവരോടുള്ള വെറുപ്പ് കുഫറും നിഫാഖുമാണ്. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, കാപട്യമാണ്, നിഫാഖിന്റെ അടയാളമാണ്. അതുപോലെ ഈ ഉമ്മത്തിലെ താബികളെ, തബഉ താബികളെ, അഇമ്മത്തിനെ, ഉലമാഇനെ സ്നേഹിക്കുന്നവരാക്കിയിരിക്കുന്നു. പിൽക്കാലത്ത് വന്നവരെ, നമുക്ക് മുമ്പേ തൗഹീദിനു വേണ്ടി പണിയെടുത്തവരെ, ഈ നാട്ടിൽ തൗഹീദിനു വേണ്ടി അതിൻ്റെ ദഅവത്തിനു വേണ്ടി അധ്വാനം ചെയ്തവരെ, അതിനുവേണ്ടി വിയർപ്പൊഴുക്കിയവരെ, അതിനുവേണ്ടി കല്ലേറ് കൊണ്ടവരെ, അതിനുവേണ്ടി കൂക്കുവിളിയേറ്റവരെ നമ്മൾ സ്നേഹിക്കുന്നു, അവർക്കൊണ്ട് ദുആ ചെയ്യുന്നു. അത് അള്ളാഹു നിശ്ചയിച്ച കാരുണ്യമാണ്. അവരിലെ പിൽക്കാലത്തുള്ളവർ മുൻഗാമികളെ സ്നേഹിക്കുന്നു എന്നത്, അവർ പരസ്പരം പ്രാർത്ഥിക്കുന്നു എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവന്റെ കാരുണ്യം കൊണ്ടാണ്, അവന്റെ റഹ്മത്ത് കൊണ്ടാണ്, അവന്റെ റഅഫത്ത് കൊണ്ടാണ്. ഇതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ചില സലഫുകൾ പറഞ്ഞത് കാണാം, അള്ളാഹു ഖിയാമത്ത് നാളിൽ പുറത്തു കൊടുക്കും. ഒരാളുടെ മനസ്സിലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും മഗ്ഫിറത്ത് കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കും. മുൻഗാമികളിൽ ചിലർ പറഞ്ഞത് കാണാം, നാളെ പരലോകത്ത് എൻ്റെ ഹിസാബ്, എൻ്റെ വിചാരണ എൻ്റെ പിതാവിനെ ഏൽപ്പിക്കാൻ, എൻ്റെ ഉപ്പ എന്നെ വിചാരണ ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ റബ്ബ് എന്നെ വിചാരണ ചെയ്യാൻ, ഈ രണ്ടിലും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നുവെങ്കിൽ എൻ്റെ റബ്ബ് എൻ്റെ ഹിസാബ് നടത്താനേ ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നുള്ളൂ. കാരണം എൻ്റെ ഉപ്പയേക്കാൾ എന്നോട് റഅഫത്തും റഹ്മത്തും ആർക്കാൻ? റബ്ബിനാണ്. നമ്മുടെ മുൻഗാമികൾ പറഞ്ഞ വാക്കുകളിൽ ഒന്നാണ്.
എൻ്റെ ഹിസാബ് നടത്താൻ എൻ്റെ ഉപ്പയെ നിശ്ചയിക്കുക, അല്ലെങ്കിൽ എൻ്റെ റബ്ബിനെ നിശ്ചയിക്കുക എന്നിങ്ങനെ ഒരു ഖിയാർ, അങ്ങനെ ഒരു അവസരം എനിക്ക് ഖിയാമത്ത് നാളിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ എന്തേ പറയുള്ളൂ, എൻ്റെ ഹിസാബ് എൻ്റെ റബ്ബ് നടത്തണം. റബ്ബിനേക്കാൾ നമ്മോട് കാരുണ്യമുള്ള ദയവുള്ള മറ്റൊരാളുമില്ല, മറ്റൊരുവനുമില്ല. ഇതെല്ലാമാണ് അള്ളാഹുവിൻ്റെ റഊഫ് എന്ന പേരിൻ്റെ വിശദീകരണമായി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അസ്മായിൽ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള രണ്ട് പേരുകളാണ്. ഒന്ന് അൽ ഹസീബ്, മറ്റൊന്ന് അൽ കാഫി. അൽ ഹസീബ്, അൽ കാഫി. അൽ ഹസീബ്, അൽ കാഫി എന്നീ റബ്ബിൻ്റെ പേരുകൾ സൂചിപ്പിക്കുന്ന അർത്ഥം എന്താണ്? ഹസീബ് എന്നാൽ അതിൻ്റെ ഒരു അർത്ഥം മതിയായവൻ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി എന്ന് പറയുന്നത്. അള്ളാഹു അവൻ മതിയായവനാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വകഫാ ബില്ലാഹി ഹസീബ, ഹസീബായ അള്ളാഹു തന്നെ മതി. അതുപോലെ അള്ളാഹു ചോദിച്ചു അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അൽ കാഫി എന്ന റബ്ബിന്റെ പേര് വന്ന ഇടമാണ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അള്ളാഹുവിന്റെ അടിമക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അതുപോലെ മുഅ്മിനുകളായ അടിമകൾക്ക് അള്ളാഹു പോരെ? മാഷാ അല്ലാഹ്, നമ്മുടെ നാട്ടിൽ തൗഹീദിനു വേണ്ടി അധ്വാനിച്ചവർ, തൗഹീദിനു വേണ്ടി സംസാരിച്ചവർ പണ്ട് ജനങ്ങളോട് ആവർത്തിച്ച് ചോദിച്ചിരുന്നൊരു ചോദ്യമാണ്, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ എന്ന ചോദ്യം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ചോദ്യമാണ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ എന്ന ചോദ്യം. അതായത് അള്ളാഹു അവന്റെ അടിമകൾക്ക് അവരുടെ ദുനിയാവിന്റെ കാര്യങ്ങളാകട്ടെ ദീനിന്റെ കാര്യങ്ങളാകട്ടെ ഏതിനും ഹസീബാണ്, കാഫിയാണ്. അള്ളാഹു മതി, അവൻ മതിയായവനാണ്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് എളുപ്പമാക്കി കൊടുക്കുന്നവൻ റബ്ബാണ്. അതിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നവൻ റബ്ബാണ്. അവർ ബാധിക്കുമെന്ന് പേടിക്കുന്ന അപകടങ്ങൾ അത് തടുക്കുന്നവൻ റബ്ബാണ്, അതും റബ്ബാണ്. അതുപോലെ ഹസീബ് എന്ന അള്ളാഹുവിന്റെ പേരിന്റെ മറ്റൊരു അർത്ഥമാണ്, അതിന്റെ മറ്റൊരു അർത്ഥമുണ്ട്. അതെന്താണ്? അൽ ഹഫീദു അലാ ഇബാദിഹി അമലഹും. അള്ളാഹു അവന്റെ അടിമകളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും സൂക്ഷിക്കുന്നവനാണ്, ഒന്നും വിട്ടുപോകാതെ രേഖപ്പെടുത്തുന്നവനാണവൻ. അങ്ങനെ ഒരു അർത്ഥം കൂടി അൽ ഹസീബ് എന്ന റബ്ബിന്റെ പേരിനുണ്ട്. അള്ളാഹു പറഞ്ഞില്ല അഹ്സാഹുല്ലാഹു വനസൂഹു, അടിമകളുടെ പ്രവർത്തനങ്ങൾ അഹ്സാഹുല്ലാ, അള്ളാഹു അത് ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. വനസൂഹു, അവർ മറന്നുപോയിരിക്കുന്നു. ആയത്ത് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹു പറയുകയാണ് നമ്മുടെ അമലുകൾ അള്ളാഹു എണ്ണി കണക്കാക്കിയിരിക്കുന്നു. നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും, നമ്മൾ ചെയ്ത അമലുകൾ നമ്മൾ മറന്നുപോയേക്കും. ചില തിന്മകൾ നമ്മൾ മറന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്, വർഷങ്ങൾ കഴിഞ്ഞിട്ട്. ചിലപ്പോൾ അതുപോലൊരു തിന്മ നമ്മളോട് ആരെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പരിഹസിച്ചിരുന്ന എന്തെങ്കിലും ന്യൂനത നമുക്കോ നമ്മുടെ മക്കൾക്കോ ആർക്കെങ്കിലും വന്നാൽ സമയത്ത് നമുക്ക് ഓർമ്മ വരും, ഇങ്ങനെ ഞാൻ ഒരാളെ പറഞ്ഞിരുന്നല്ലോ, ഇങ്ങനെ ഞാൻ ഒരാളെ ചെയ്തിരുന്നല്ലോ എന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ അമലുകൾ നമുക്ക് മറന്നു പോകും. പക്ഷേ അഹ്സാഹുല്ലാഹ്, അള്ളാഹു അത് ഇഹ്സാ ചെയ്തിരിക്കുന്നു, അത് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവനത് വിട്ടുപോകില്ല. വനസൂഹു, അവർ മറന്നുപോയിരിക്കുന്നു. ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗമാണത്. നസ്അലുല്ലാഹൽ ആഫിയ. അതുപോലെ അവരുടെ അമലുകളിലെ നല്ല അമലും ചീത്ത അമലും വേർതിരിക്കുന്നവനാണ് റബ്ബ്. അവർക്ക് യോജിച്ച അതിനുള്ള പ്രതിഫലം എന്ത്, അല്ലെങ്കിൽ ശിക്ഷ എന്ത്, അതറിയുന്നവനാണ് റബ്ബ്. ഈ അർത്ഥങ്ങൾ ഹസീബ് എന്ന അള്ളാഹുവിന്റെ പേരിനുണ്ട്. അഥവാ അവൻ അവന്റെ അടിമകൾക്ക് മതിയായവനാണ്. മറ്റൊന്ന് ഹസീബിന്റെ അർത്ഥം അവൻ അടിമകളുടെ അമലുകൾ കൃത്യമായി സൂക്ഷിക്കുന്നവനാണ്, അതൊന്നും വിട്ടുപോകാതെ സൂക്ഷിക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നോക്കൂ, അള്ളാഹുവിന്റെ അൽ കാഫി എന്ന പേരിൽ അവന്റെ കിഫായത്താണ് അടങ്ങിയിട്ടുള്ളത്. അവന്റെ കിഫായത്ത് എന്ന സിഫത്താണ്, അഥവാ അവൻ മതിയാവനാണ്. അവന്റെ കിഫായത്ത് എന്നാൽ അത് രണ്ടിനമുണ്ട്. അള്ളാഹുവിന്റെ പല വിശേഷണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ രണ്ടിനങ്ങളുണ്ട്. ഒന്ന് ആമ്മ, മറ്റൊതെന്തായിരിക്കും? ഖാസ. ആമ്മായ അള്ളാഹുവിന്റെ കിഫായത്ത്, മറ്റൊന്ന് ഖാസത്തായ അള്ളാഹുവിന്റെ കിഫായത്ത്. ആമ്മത്തായത് എന്ന് പറഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ
അവൻ എല്ലാ അടിമകൾക്കും സകല അടിമകൾക്കും മതിയായവനാണ്. അഥവാ അവരെ സൃഷ്ടിച്ചവനാരാണ്? അള്ളാഹുവാണ്. അവർക്ക് വേണ്ടതൊക്കെ നൽകിയവനാരാണ്? അള്ളാഹുവാണ്. അവരെ നിലനിർത്തുന്നവനാരാണ്? അള്ളാഹുവാണ്. എല്ലാ അടിമകൾക്കും മുസ്ലിമിനും കാഫിറിനും ഒക്കെ അവരെ സൃഷ്ടിക്കാനും നിലനിർത്താനും ഒക്കെ മതിയായവനാണ് റബ്ബ്. മറ്റാരുമല്ല അത് നിർവഹിക്കുന്നത്. അവരുടെ ഇലാഹുകളല്ല, അള്ളാഹുവാണ്. എല്ലാ അടിമകൾക്കും കാഫിയാണവൻ. ഇനി മറ്റൊന്ന് ഖാസത്തായ അവന്റെ കിഫായത്തുണ്ട്, അഥവാ അവൻ മതിയായവനാണ്. അതാർക്കാൻ? പ്രത്യേകമായി അവൻ ആ കിഫായത്ത് നൽകും. അതാർക്കാൻ? അവനിൽ തവക്കുലാക്കിയവർക്കാണ്, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവർക്കുള്ളതാണത്. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് പറഞ്ഞത്? വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്. ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ, ഫഹുവ ഹസ്ബുഹ്, അവന് അള്ളാഹു മതി, അവന് അള്ളാഹു മതി. അതായത് അള്ളാഹു അവനിൽ പരിപൂർണമായി ഹൃദയം കൊണ്ട് തവക്കുലാക്കിയവനെ, റബ്ബിൽ ഉറപ്പിച്ചവനെ, റബ്ബിനെ കുറിച്ചുള്ള തൻ്റെ വിചാരം നന്നാക്കിയവനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൻ്റെ കിഫായത്ത് ലഭിക്കും. പരിപൂർണമായി അള്ളാഹു അവൻ്റെ കാര്യങ്ങൾക്ക് മതിയാകും. അതുകൊണ്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലിയിരുന്നൊരു ദുആ ആണെന്ത്? അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വകഫാന വഅവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലാൻ പഠിപ്പിച്ചൊരു ദുആ ആണ്. അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വകഫാന വഅവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി. എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു അവനാണ് എല്ലാ സ്തുതിയും. ആരാണ് അവൻ? അല്ലദീ അത്അമന, നമുക്ക് ഭക്ഷണമേകിയവൻ. ഓരോ ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുകയാണ് ഒരു മുസ്ലിം, നോക്കൂ നിങ്ങൾ, വിശന്ന് വയറുട്ടി, വിശന്ന് വയറ് ചുരുട്ടി ഉറങ്ങാൻ കിടക്കുന്ന ആളുകളുണ്ട്. ഭക്ഷണം നൽകിയവനാണ് റബ്ബ്. സഖാന, വെള്ളം നൽകിയവനാണ്. കഫാന, അവൻ നമുക്ക് കാര്യങ്ങൾക്കെല്ലാം മതിയായിരിക്കുന്നു. അവാന, നമുക്കവൻ അഭയമേകിയിരിക്കുന്നു. അല്ലെ, കയറി കിടക്കാൻ കൂരേകിയത് റബ്ബാണ്, തണലേകിയത് റബ്ബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഫകം മിമ്മൻ, എത്ര എത്ര ആളുകളുണ്ട്, ലാ കാഫിയ ലഹു വലാ മുഅ്വി, അവനൊരു കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത, അതുപോലെ അഭയം നൽകാൻ ആരുമില്ലാത്ത എത്ര പേരുണ്ട്. റബ്ബിനെ കൊണ്ട് ആവശ്യം നമുക്കില്ലാതെ പോകുന്ന ഒരു നിമിഷം പോലും നമുക്കില്ല. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് പറയുന്നത്? ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഒരു മുസ്ലിം പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞാൽ അവനെക്കുറിച്ച് പറയപ്പെടും എന്ത്? ഖദ് ഹുദിയ വഖുഫിയ വവുഖിയ, അവന് ഹിദായത്ത് കിട്ടി, കിഫായത്ത് കിട്ടി, വിഖായത്ത് കിട്ടി, അവൻ സന്മാർഗത്തിലായി. അതുപോലെ അള്ളാഹു അവന് കാര്യങ്ങൾക്കൊക്കെ മതിയായിരിക്കുന്നു. അതുപോലെ അവന് വിഖായത്ത്, സംരക്ഷണം ലഭിച്ചിരിക്കുന്നു. അവനിൽ നിന്ന് പിശാചികൾ ദൂരെ മാറിപ്പോകും. എന്നിട്ട് ശൈത്താന്മാർ പരസ്പരം പറയും, കൈഫ ബിറജുലിൻ, നിങ്ങൾക്ക് എങ്ങനെ ഉപദ്രവിക്കാൻ സാധിക്കും? ഖദ് ഹുദിയ വഖുഫിയ വവുഖി, ഹിദായത്ത് ലഭിച്ച, കിഫായത്ത് ലഭിച്ച, വിഖായത്ത് ലഭിച്ച ഒരാളെ ആദ്യം അവരോട് പറയപ്പെടും എന്ത്? ഹുദീത വഖുഫീത വവുഖീത്, നിനക്ക് സന്മാർഗം ലഭിച്ചിരിക്കുന്നു, അള്ളാഹു നിനക്ക് മതിയായിരിക്കുന്നു, അതുപോലെ നിനക്ക് ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിച്ചിരിക്കുന്നു. പുറത്തിറങ്ങുമ്പോൾ എന്ത് പറഞ്ഞാൽ? ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിൽ. അതുപോലെ അള്ളാഹു ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു, അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയുമില്ല, ഒരു കഴിയുമില്ല, ഒരു നന്മ നേടിയെടുക്കാനോ ഒരു തിന്മ തടുക്കാനോ ശേഷിയില്ല. ഇങ്ങനെ അള്ളാഹുവിൽ ഒരുവൻ യഥാവിധി തവക്കുലാക്കിയാൽ അള്ളാഹുവിൻ്റെ കിഫായത്ത് അവന് ലഭിക്കും. അവന് അള്ളാഹു മതി ഏത് കാര്യങ്ങൾക്കും. പക്ഷേ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ സംരക്ഷണം, അവൻ ഉദ്ദേശിക്കുന്ന ഖൈറുകൾ തരിക, പേടിക്കുന്ന തിന്മകൾ തട്ടി നീക്കുക, ഇത് ലഭിക്കുന്നില്ലല്ലോ, കിട്ടുന്നത് കാണുന്നില്ലല്ലോ, ഞാൻ പേടിക്കുന്ന കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നില്ലല്ലോ, ഉദ്ദേശിച്ചത് കിട്ടുന്നില്ലല്ലോ എന്ന ധൃതി വിചാരിക്കരുത്. എന്താണ് അള്ളാഹുവിൻ്റെ കിഫായത്ത് ലഭിക്കാത്തത് എന്ന ധൃതി കാണിക്കുക, അത് പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, നേരത്തെ പറഞ്ഞ ആയത്തിൽ അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ് ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ.
അള്ളാഹു ഓരോന്നിനും അതിൻ്റെ സമയം വെച്ചിട്ടുണ്ട്, അതിൻ്റെ കണക്ക് വെച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ബാലിഗു അംരി, അള്ളാഹു അവൻ ഉദ്ദേശിച്ച കാര്യം, അവൻ്റെ കാര്യം അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. പക്ഷേ ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, അള്ളാഹു ഓരോന്നിനും അതിൻ്റെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നീ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് നടക്കുക എന്നത് ചിലപ്പോൾ നിനക്ക് ഷർറായിരിക്കും, നിനക്ക് മനസ്സിലാവുകയില്ല. ഈ സമയത്ത് നീ ഉദ്ദേശിക്കുന്നത് കിട്ടിയാൽ ചിലപ്പോൾ ഖൈറാവൂല, ഷർറായിരിക്കും, നീ വിചാരിക്കാത്ത ഷർറായിരിക്കും. ചിലപ്പോൾ നിന്റെ ദീൻ അതുകൊണ്ട് തകരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ദുനിയാവിൽ മറ്റെന്തെങ്കിലും ഉപദ്രവം നിനക്കതുകൊണ്ട് വരാനുണ്ടാകും. അള്ളാഹു അതിനേക്കാൾ വലിയ ഉപദ്രവത്തെ ഈ ചെറിയ പ്രയാസം കൊണ്ട് തടുക്കുകയായിരിക്കും. അതുകൊണ്ട് നിഅമത്തുകളെ കുറിച്ച്, കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കുക, കിട്ടാത്തതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, കിട്ടാത്തതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അതുകൊണ്ട് ഒരിക്കൽ പോലും ആളുകളുടെ മുന്നിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അവനോട് തേടേണ്ടത് അത് ആളുകളോട് ചോദിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ നിന്ദ്യരാകാൻ ശ്രമിക്കരുത്. അള്ളാഹുവിൻ്റെ സഹായം അവനിൽ തവക്കുലാക്കിയാൽ വരിക തന്നെ ചെയ്യും. അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ റബ്ബിൻ്റെ സഹായം അത് ഉറപ്പാണ്, അത് ഉറപ്പാണ്. അൽ-ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ബദാഇഉൽ ഫവായിദ് എന്ന കിതാബിൽ തവക്കുലിനെ കുറിച്ച്, അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ മനോഹരമായ ചില വാക്കുകൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറയണം, തവക്കുലു അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കുലാക്കുക എന്ന, റബ്ബിൽ ഭരമേൽപ്പിക്കുക എന്ന കാര്യം, അത് ഉപദ്രവങ്ങൾ തടുക്കാനുള്ള, അസൂയക്കാരുടെ അസൂയങ്ങൾ തടുക്കാനുള്ള പലവിധ വഴികൾ വിശദീകരിച്ചെടുത്ത് അദ്ദേഹം പറയുകയാണ്. അതിലൊന്നാണ് അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്, ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അവൻ അള്ളാഹു മതി. والتوكل توكل എന്നത് من أقوى الأسباب التي يدفع بها العبد ما لا يطيق من عدل الخلق وظلمهم وعدوانهم. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, തവക്കുലാണ് ശത്രുവിൻ്റെ തനിക്ക് സഹിക്കാൻ സാധിക്കാത്ത ഉപദ്രവങ്ങളും അവൻ്റെ അതിക്രമങ്ങളും തടുക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗം. കാരണം അള്ളാഹു ഒരുവന് മതിയായതാണ്, അള്ളാഹു ഒരുവന് മതിയായവനാണ്. അള്ളാഹു ഒരുവന് മതിയായവനായി, അവനെ സംരക്ഷിക്കുന്നവനായി ഉണ്ടെങ്കിൽ ഫലാ മത്മഅ ഫീഹി ലിഅദുവിൻ, പിന്നെ അവനെ ഉപദ്രവിക്കാൻ ഒരു ശത്രുവും ആശിച്ച് നടന്നിട്ട് കാര്യമില്ല. വലാ യദുറുഹു ഇല്ലാ അദൻ ലാ ബുദ്ദ മിൻഹു കൽ ഹർരി വൽ ബർദി വൽ ജൂഇ വൽ അതശ്, പിന്നെ അവന് ഒരിക്കലും ആർക്കും ഒഴിവാക്കാൻ സാധിക്കാത്ത ബുദ്ധിമുട്ടുകൾ, ഏതുപോലെ ചൂടും തണുപ്പും വിശപ്പും ദാഹവും ഒക്കെ പോലുള്ള ചില്ലറ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങളല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. വഅമ്മാ അൻ യദുറഹു ബിമാ യബ്ലുഗു മിൻഹു മുറാദഹു ഫലാ യകൂനു അബദ, എന്നാൽ ശത്രു ഉദ്ദേശിക്കുന്നത് പോലെ അവനെ ഉപദ്രവിക്കാൻ സാധിക്കുക എന്നത് ഒരിക്കലും തവക്കുലാക്കിയവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാര്യത്തിൽ നടക്കുകയില്ല. വഫർഖും ബൈനൽ അദൽ ലദി ഹുവ ഫി الظാഹിരി ഇദാഉ ലഹു വഹുവ ഫിൽ ഹഖീഖത്തി ഇഹ്സാനു ഇലൈഹി വഇദ്റാറു ബിനഫ്സിഹി, എന്നാൽ ചില്ലറ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകും, അത് യഥാർത്ഥത്തിൽ അത് ഏറ്റവന് അള്ളാഹുവിൽ ഖൈറാൻ, അവനത് നന്മയായിട്ടാണ് തീരുക. ചെയ്യുന്നവനാണ് അതിൻ്റെ ദുരന്തം ഉണ്ടാവുക. അങ്ങനെയുള്ളതേ സംഭവിക്കുള്ളൂ. ശത്രുവിന് സന്തോഷം തോന്നുന്ന രൂപത്തിൽ, അവന്റെ ആശ അടങ്ങുന്ന രൂപത്തിലുള്ള ഉപദ്രവം, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടാമത് പറഞ്ഞത് ഒരിക്കലും നടക്കുകയില്ല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, ഖാല ബഅദു സലഫ്, മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, ജഅലല്ലാഹു ലികുല്ലി അമലിൻ ജസാഅൻ മിൻ ജിൻസിഹി, അല്ലാഹു എല്ലാ പ്രവർത്തനത്തിനും അതിന്റെ ഇനത്തിൽപ്പെട്ട പ്രതിഫലമാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവർത്തനം ഏതാണോ അതേ ഇനത്തിലുള്ള പ്രതിഫലം. എന്നാൽ വജഅല ജസാഅ തവക്കുൽ അലൈഹി നഫ്സ കിഫായതിഹി ലിഅബ്ദിഹി, അല്ലാഹുൽ തവക്കുലാക്കിയവനുള്ള പ്രതിഫലം എന്താണ്? അല്ലാഹു അവന് മതിയായി എന്നതാണ് അതിന്റെ പ്രതിഫലം. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. വലം യഖുൽ, അല്ലാഹു എന്തു പറഞ്ഞില്ല, നുഅ്തിഹി കദാ വകദാ മിനൽ അജ്ർ, അല്ലാഹുൽ തവക്കുലാക്കിയവന് ഇതാ ഇന്നതാണ് പ്രതിഫലം എന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താണ് പറഞ്ഞത്?
കമാ ഫിൽ അഅമാൽ, ബാക്കിയുള്ള പ്രവർത്തനത്തിനൊക്കെ അങ്ങനെയാണ്. ഇന്ന പ്രവർത്തനത്തിന് ഇന്ന പ്രതിഫലം, ഇന്ന പ്രവർത്തനത്തിന് ഇന്ന പ്രതിഫലം. എന്നാൽ അല്ലാഹുൽ തവക്കുലാക്കിയവന് ബൽ ജഅല നഫ്സഹു സുബ്ഹാനഹു കാഫി അബ്ദഹു അൽ മുതവക്കൽ അലൈഹി വഹസ്ബഹു വവാഖിയഹ്. അല്ലാഹുൽ തവക്കുലാക്കിയ അടിമയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവനു മതി. ബൽ ജഅല നഫ്സഹു സുബ്ഹാനഹു കാഫി അബ്ദിഹി അൽ മുതവക്കിൽ അലൈഹി വഹസ്ബഹു വവാഖിയഹ്. അല്ലാഹു അവന് മതിയായിരിക്കുന്നു തവക്കുലാക്കിയ അടിമക്ക്. ഫലൗ തവക്കല അൽ അബ്ദു അലല്ലാഹ്, അവസാനത്തെ ഈ വാചകം ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുകയാണ് ഫലൗ തവക്കല അൽ അബ്ദു അലല്ലാഹ്, ഒരടിമ അല്ലാഹുൽ തവക്കുലാക്കിയാൽ, എങ്ങനത്തെ തവക്കുൽ? ഹഖ്ഖ തവക്കുലിഹി, ശരിയായ തവക്കുലാക്കിയാൽ, ശരിയായ ഫലമേൽപ്പിക്കൽ അല്ലാഹുവിനെ ഒരുവൻ ഏൽപ്പിച്ചാൽ, വകാദതുഹു സ്സമാവാതു വൽ അർദു വമൻ ഫീഹിൻ, എന്നിട്ട് പിന്നെ അവനെതിരിൽ ആകാശങ്ങളും ഭൂമിയും കുതന്ത്രം പ്രയോഗിച്ചു, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരൊക്കെ കുതന്ത്രം പ്രയോഗിച്ചു അവനെതിരിൽ, ലജഅല ലഹു മഖ്റജൻ മിൻ ദാലിക വകഫാഹു വനസറഹു, അല്ലാഹു അവന് പോംവഴി കാണിച്ചു കൊടുക്കും, അല്ലാഹു അവനെ സഹായിക്കും, അല്ലാഹു അവന് മതിയായിരിക്കും. ഈ തവക്കുൽ നമുക്ക് ലഭിച്ചാൽ മതി. ഈ തവക്കുലിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തന്നാൽ മതിയാകും. റബ്ബ് അവനിൽ യഥാർത്ഥ തവക്കുലാക്കുന്നവരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കലും ആളുകളോട് റബ്ബിൽ തവക്കുലാക്കിയ ഒരുവൻ ജനങ്ങൾക്ക് മുന്നിൽ നിന്ദനായി തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ മുന്നിൽ നിന്ദനാകുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. പണ്ഡിതന്മാർ പറയുന്ന ഒരനുഭവമുണ്ട്. ഒരാൾ തനിക്ക് സാമ്പത്തികമായി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു പണക്കാരനായ ഒരാളെ കാണാൻ ചെന്നു. മദീനയിൽ ഉള്ള ഒരാളാണ്. ഇദ്ദേഹം ചെന്നപ്പോൾ കാണുന്നത് മസ്ജിദിൽ വെച്ച് ഈ പണക്കാരനെ ഇയാൾ രണ്ട് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഇയാൾ കാണുന്നത്. ഇയാൾ ചിന്തിച്ചു, ഇയാൾ തേടിക്കൊണ്ടിരിക്കുന്ന റബ്ബിനോട് തന്നെ ഞാൻ ചോദിക്കാം, ഇയാളോട് ചോദിക്കണ്ട എന്ന് തീരുമാനിച്ച് അയാൾ പോയി റബ്ബിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ ജനങ്ങളോട് ചോദിക്കാൻ നിനക്ക് എത്ര സാധിക്കാതിരിക്കാൻ നിനക്ക് സാധിക്കുമോ ആ കാലം നീ എന്ത് ചെയ്യരുത്, ആളുകളോട് ചോദിക്കരുത്. ഇസ്ലാമിൽ നിന്ന് ആളുകളോട് ഇതുപോലെ അവർക്ക് സാധിക്കുന്ന എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവോ? ഇല്ല. എന്തെങ്കിലും പണത്തിനോ വല്ല സഹായത്തിനോ ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവോ? ഇല്ല. പക്ഷേ ആളുകളോട് ചോദിക്കാതിരിക്കുക എന്നതാണ് തൗഹീദിന്റെ പരിപൂർണത. അതാണ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുന്നിൽ താണുപോകുന്ന ചോദ്യമാണ് ഉദ്ദേശം. അതല്ലാതെ ഒരു പിതാവ് മക്കളോട് അതെടുക്കും, ഇന്നത് ചെയ്യൂ, ആ രൂപത്തിൽ പ്രവർത്തിക്കൂ, ഈ രൂപത്തിലുള്ള ചോദ്യം അതെന്തല്ല, അയാളുടെ മുന്നിൽ താണുപോകുന്ന സഹായ ചോദ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സഹാബികളോടും പലതും ആവശ്യപ്പെട്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നേതാവാണ്. ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തനിക്ക് കീഴിലുള്ള ഒരാളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നത് അത് അയാളുടെ മുന്നിൽ താഴുകയല്ല, മറിച്ച് ആ സ്ഥാനം കൊണ്ട് ഉള്ള കൽപ്പന പോലെയാണത്. ഉദാഹരണത്തിന് പിതാവ് അല്ലെങ്കിൽ മാതാവ് മക്കളോട് പറയുന്നത് പോലെ, ഉപ്പമ്മ മക്കളോട് പറയുന്ന പോലെ, ഭർത്താവ് ഭാര്യയോട് പറയുന്നത് പോലെ, മക്കൾ തിരിച്ച് ഉപ്പാനോടും ഉമ്മാരോടും ചോദിക്കുന്നത് പോലെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ മജ്മൂമായ അഥവാ നല്ലതല്ലാത്ത ചോദ്യങ്ങളിൽ ഉൾപ്പെടുകയില്ല. നല്ലതല്ലാത്ത ചോദ്യത്തിൽ അത് ഉൾപ്പെടുകയില്ല. എന്നാൽ പൊതുവെ ആളുകളോടുള്ള യാചനകൾ അത് എത്ര ഒരാൾക്ക് കുറക്കാൻ സാധിക്കുമോ, അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ സാധിക്കുമോ, അള്ളാഹു അവന് ആരോടും ചോദിക്കേണ്ടാത്ത അവസ്ഥ നൽകുമെന്നാണ്. അത് തവക്കുലിന്റെ തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്, അതിന്റെ കമാലിൽപ്പെട്ടതാണ്, പൂർണ്ണതയിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? തൗഹീദിന് വാജിബായ പൂർണ്ണതയുണ്ട്, മുസ്തഹബായ പൂർണ്ണതയുണ്ട്. വാജിബായ പൂർണ്ണതയുണ്ട്, അത് ചെയ്തില്ലെങ്കിൽ കുറ്റം ലഭിക്കും. അതേസമയം മുസ്തഹബായ പുണ്യകരമായ പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണതയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നത്, അള്ളാഹുവിനോട് നേരെ തേടിക്കൊണ്ടിരിക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന പ്രസിദ്ധമായ കിതാബിൽ പറഞ്ഞത് കാണാം, വമൻ ഇശ്തഗല ബില്ലാഹി അൻ നഫ്സിഹി കഫാഹു അല്ലാഹു മഊനത നഫ്സിഹി. ആരെങ്കിലും തൻ്റെ നഫ്സിൽ കാര്യം അവലംബിക്കാതെ അള്ളാഹുൽ അവലംബിച്ചാൽ അള്ളാഹു അവന്റെ നഫ്സിന്റെ കാര്യം അത് അള്ളാഹു ഏറ്റെടുക്കും, സ്വന്തം കാര്യം. വമൻ ഇശ്തഗല ബില്ലാഹി അനിൻ നാസ് കഫാഹു അല്ലാഹു മഊനത നാസ്. ജനങ്ങളുടെ കാര്യത്തിൽ അവരിൽ അവലംബിച്ച് അതുമായി കെട്ടിപ്പിണയാതെ ഒരുവൻ അള്ളാഹുൽ അവലംബിച്ചാൽ ജനങ്ങളുടെ കാര്യത്തിൽ അവൻ അള്ളാഹു മതിയാകും. വമൻ ഇശ്തഗല ബിനഫ്സിഹി മിനല്ലാഹ് വകലഹു അല്ലാഹു ഇലാ നഫ്സിഹി. ഒരുവൻ അള്ളാഹുൽ തവക്കുലാക്കാതെ സ്വന്തത്തിൽ
ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ ആധുനിക മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ സ്ഥിരം ഭാഷയാണത്. ആത്മവിശ്വാസം വേണം, സ്വന്തത്തിൽ വിശ്വാസം വേണം. ആ പദം തന്നെ പല അർത്ഥത്തിലും ഇസ്ലാമിക മൂല്യങ്ങളോട് യോജിക്കാത്ത പദമാണെന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് കാണാം. അല്ല, നീ നിന്നിലല്ല അവലംബിക്കേണ്ടത്, അള്ളാഹുലാണ്. അള്ളാഹുൽ അവലംബിക്കാണ്ട് നീ സ്വയം നിന്റെ കഴിവിലും നിന്റെ ഈ പറഞ്ഞ ആത്മവിശ്വാസത്തിലുമൊക്കെ നീ അവലംബിച്ചാൽ അള്ളാഹു നിന്റെ നഫ്സിലേക്ക് ഏൽപ്പിച്ച് കളയും. അതുപോലെ ആളുകളിൽ അവലംബിക്കാൻ ഒരുവൻ തീരുമാനിച്ചാൽ, അയാളുള്ളത് കൊണ്ട് ഇയാളില്ലാതെ എന്ത് സംഭവിക്കും എന്നിങ്ങനെ ആളുകളിലേക്ക് അവലംബിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു അവനെ അവരിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തളയും. മറിച്ച് നീ അള്ളാഹുവിൽ അവലംബിക്കുക. മുആവിയ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക്, നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരിക്കൽ ഒരു എഴുതി ഒരു വസിയത്ത് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തുസീനി ഫീഹി വലാ തുക്സിരി അലൈഹി. ഉമ്മ, നിങ്ങൾ എന്ത് ചെയ്യുക? വസിയത്ത് നൽകുക, പക്ഷേ ചുരുങ്ങിയ വസിയത്ത്, ഒരുപാടല്ല, ചുരുങ്ങിയ ഒരു വസിയത്ത് നൽകുക. ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി എഴുതി, സലാമുൻ അലൈക അമ്മാ ബഅദ് ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ഭരണാധികാരിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് എഴുതിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, മനിൽ തമസ റിദാ അല്ലാഹി ബിസഖത്തിൻ നാസ് കഫാഹു അല്ലാഹു മുഅനതൻ നാസ്. ആരെങ്കിലും ആളുകൾ ജനങ്ങൾ വെറുത്താലും ശരി അള്ളാഹുവിന്റെ തൃപ്തി തേടിയാൽ കഫാഹു അല്ലാഹു മുഅനതൻ നാസ്, ആളുകളുടെ കാര്യത്തിൽ അവന് അള്ളാഹു മതിയാകും, അള്ളാഹു നോക്കിക്കോളും. വമനിൽ തമസ റിദാ അന്നാസി ബിസഖത്തില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ കോപം നേടുന്ന പ്രവർത്തനം ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ചെയ്താൽ വകലഹു അല്ലാഹു ഇലന്നാസ്, അള്ളാഹു അവനെ ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. വസ്സലാമു അലൈക്. ആയിഷ റളിയല്ലാഹു അൻഹ എഴുതിയ എഴുത്താണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, ലൗ അന്ന അഹ്ലൽ ഇൽമി സാനുൽ ഇൽമ വവദഊഹു ഇൻദ അഹ്ലിഹി ലസാദു ബിഹി അഹ്ല സമാനിഹിം. ഇൽമിന്റെ അറിവിന്റെ ആളുകൾ, പണ്ഡിതന്മാർ, അവർ അറിവിനെ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ, അവരത് അതിന്റെ സ്ഥാനത്ത് അതിന്റെ ആളുകൾക്ക് നൽകിയിരുന്നുവെങ്കിൽ, അതിന് ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അത് അന്വേഷിച്ചു വരുന്ന, അത് ആവശ്യമുള്ള ആളുകൾക്ക് നൽകിയിരുന്നുവെങ്കിൽ, ലസാദു ബിഹി അഹ്ല സമാനിഹിം, അവർ അവരുടെ കാലത്തെ ജനങ്ങളെക്കാളെല്ലാം മുകളിലെത്തിയനെ. വലാകിന്നഹും ബദലൂഹു ലി അഹ്ലി ദുനിയ, പക്ഷെ അവരെന്ത് ചെയ്തു? ദുനിയാവിന്റെ ആളുകൾക്ക് അത് നൽകി. എന്തിനുകൊണ്ട്? ലിയനാലു ബിഹി മിൻ ദുനിയാഹും, ദുനിയാവിന്റെ ആളുകളിൽ നിന്ന് ദുനിയാവ് കിട്ടാൻ വേണ്ടി രാജാക്കന്മാരും പണക്കാരുമായ ആളുകൾക്ക് അവരുടെ അറിവ് കൊടുത്ത് പകരം അവരുടെ ദുനിയാവ് വാങ്ങാൻ തുടങ്ങി. ഫഹാനു അലൈഹിം, എന്തു സംഭവിച്ചു? ഇൽമിന്റെ ആളുകൾക്ക് വിലയില്ലാതായി, ദുനിയാവിന്റെ ആളുകൾക്ക് അവരെ വിലയില്ലാതായി, അവർ കൂലിക്ക് വേണ്ടി അറിവ് പ്രസംഗിക്കുന്ന ആളുകളായി മാറി എന്ന് ഇബ്നു മസ്ഊദ് പറയുകയാണ്. സമിഅ്തു നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നിങ്ങളുടെ നബി പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയാൻ, മൻ ജഅലൽ ഹുമൂമ ഹമ്മൻ വാഹിദൻ ഹമ്മ ആഖിറതിഹി, ആരെങ്കിലും അവന്റെ ലക്ഷ്യങ്ങളെല്ലാം ഉദ്ദേശങ്ങളെല്ലാം ഒറ്റ ഒരു ഉദ്ദേശമാക്കി മാറ്റി, അഥവാ ആഖിറത്തിന്റെ ഉദ്ദേശം, പരലോകം ഉദ്ദേശിച്ചു, കഫാഹു അല്ലാഹു ഹമ്മ ദുനിയാ, ദുനിയാവിന്റെ അവന്റെ പ്രയാസങ്ങളും അവൻ പേടിക്കുന്ന കാര്യങ്ങളും എന്തുണ്ടോ അതിന് അള്ളാഹു അവന് മതിയാകും. വമൻ തശഅബത് ബിഹിമുൽ ഹുമൂം, എന്നാൽ ഒരുവന്റെ താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ ചിതറിപ്പോയി, അവൻ അതും വേണം ഇതും വേണം മറ്റതും വേണം, ഇങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ ചിതറിപ്പോയാൽ, ഫി അഹ്വാലി ദുനിയ, ദുനിയാവിന് പിന്നാലെ, ലം യുബാലില്ലാഹു ഫി അയ്യി ഔദിയതിഹാ ഹലക്, അവൻ ദുനിയാവിന്റെ ഏത് താഴ്വാരത്തിൽ പോയി നശിച്ചു എന്നത് അള്ളാഹു കാര്യമാക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ വിട്ടുകളയുമെന്നാണ്. മുഅ്മിനിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് പരലോകമായിരിക്കണം. ദുനിയാവ് മാത്രം ലക്ഷ്യമായിരുന്നാൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത രൂപത്തിൽ നമുക്ക് പൊതുവെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമുണ്ട്. എന്താണ്? പരലോകത്തിൽ വിശ്വാസമുണ്ട്, സ്വർഗത്തിൽ വിശ്വാസമുണ്ട്, നരകത്തിൽ വിശ്വാസമുണ്ട്, മുസ്ലിമാണ്. പക്ഷേ ദുനിയാവിന്റെ താല്പര്യങ്ങളും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അത് അതിന്റെ പരിധി വിട്ടാൽ ഈമാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദുനിയാവ് ചിന്ത വന്ന ഉടനെ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നല്ല പറയുന്നത്. പക്ഷെ ഒരാളുടെ ചിന്ത എത്രമാത്രം ആഖിറത്തിൽ കേന്ദ്രീകരിക്കുന്നുവോ അത്രത്തോളം അവന്റെ ദുനിയാവ് അള്ളാഹു സഹായിക്കുമെന്നാണ്. എത്രത്തോളം ഒരുവന്റെ ചിന്തയും ലക്ഷ്യവും പരലോകമായിരിക്കുന്നോ അത്രത്തോളം അള്ളാഹു അവന്റെ ദുനിയാവ് ഏറ്റെടുക്കുകയും അതിൽ അള്ളാഹു അവന് മതിയാവുകയും ചെയ്യും.
നമ്മുടെ സലഫുകൾ, മുൻഗാമികൾ ഈ രൂപത്തിലുള്ള ഉപദേശങ്ങൾ പരസ്പരം നിരന്തരം ഉപദേശിക്കുകയും കണ്ടില്ലെങ്കിൽ എഴുതി ഉപദേശിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ഈ വിഷയത്തിലുള്ള ഉപദേശങ്ങൾ. ഇതാണ് അൽ കാഫി, അൽ ഹസീബ് എന്ന റബ്ബിൻ്റെ പേരുകൾ വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനിൽ യഥാർത്ഥ തവക്കുലാക്കുന്ന മുഅ്മിനുകളിൽ അല്ലാഹു അവൻ്റെ ഫദ്ലിനാൽ, അവൻ്റെ കാരുണ്യത്താൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. തൗഹീദ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹു യഥാർത്ഥ മുവഹിദുകളായി ജീവിക്കാനും അതിലായി മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصيبات الدنيا، ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، استغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.